ഒന്നും കാണുന്നില്ല അല്ലേ? ഒന്നും കാണുന്നില്ല. എന്താ കാര്യം എന്നറിയോ? ഞാനിങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് അടിക്കണം നിങ്ങളുടെ മുഖത്തോട്ട്. ഇത് തന്നെയാണ് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ കാണിക്കുന്നത്. എതിരെ വരുന്ന വാഹനത്തിൻ്റെ നേരെ ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് അടിക്കും. എന്തിനാണ്? എനിക്ക് കാണണം. എൻ്റെ കാഴ്ചയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ സ്വാർത്ഥനാണ്, സെൽഫിഷാണ്. നിങ്ങൾക്ക് കണ്ടില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ കാണാത്തത് കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ഇടിച്ച് നിങ്ങൾക്ക് പരിക്ക് പറ്റിയാലോ മരിച്ചാലോ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കാണണം. എത്ര സെൽഫിഷായിട്ടുള്ള സ്വഭാവമാണ്. ഈ സ്വഭാവം നമ്മൾ ഇന്ന് തന്നെ നിർത്തുക. റോഡിലെങ്കിലും കാണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പറയും റോഡിലത്തെ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം, റോഡിന് വീതി കൂടണം, ഡിവൈഡറിൽ റിഫ്ലക്ടർ വേണം, റോഡിൽ കുണ്ടും കുഴിയും, ഇതൊക്കെ കൊണ്ടാണ് അപകടമെന്ന്. ഇങ്ങനെയുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യാനുള്ള യോഗമേ നമുക്കുള്ളൂ. വലിയ വികസിത രാജ്യങ്ങളിലെ പോലെ നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല വെളിച്ചമുള്ള റോഡൊന്നും നമുക്ക് കേരളത്തിൽ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഉള്ള ഫെസിലിറ്റി വെച്ചിട്ട് എങ്ങനെ അപകടം ഒഴിവാക്കാം എന്നുള്ളതാണ് പറയുന്നത്. രാത്രി കാലങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ സ്വാർത്ഥനാണ് എന്ന് കൂടെയുള്ള പാസഞ്ചേഴ്സിനോടും നാട്ടുകാരോടും വിളിച്ചറിയിക്കുന്ന മോശ സ്വഭാവം നിർത്തി പരസ്പര ബഹുമാനത്തോടെ എതിരെ വരുന്ന വാഹനത്തിന് ഡിം ലൈറ്റ് കാണിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ പ്രതിദിനം 10-11 പേരാണ് മരിക്കുന്നത്. ഇങ്ങനെ രാത്രികാലങ്ങളിൽ ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണ് രാത്രിയിലെ അപകടത്തിന്റെ പ്രധാന കാരണം. ഈ 10-11 പേരുടെ മരണത്തിന് നിങ്ങൾ ഒരു കാരണമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ആ കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയാണ്. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനത്തിനോട് ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് അടിച്ച് കാണിക്കാതെ ലൈറ്റ് ഡിമ്മാക്കി സ്ലോ ആയി പോവുക. സ്ലോ ആക്കേണ്ടി വരും. അങ്ങനെയുള്ള യോഗമേ നമുക്കുള്ളൂ. സ്വാർത്ഥത വെടിയോ രാത്രികാലങ്ങളിലെ അപകടം ഒഴിവാക്കുക. താങ്ക് യു.